മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ഒന്ന് വായിച്ചേണ്ടി. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു 10 കുഷ്ഠരോഗികൾ യേശുവിനെ എതിരേറ്റു. ഇന്ന് പകൽ ഞാൻ പറഞ്ഞു, എതിർപ്പെട്ടാൽ കർത്താവിൻ്റെ മുമ്പിൽ എതിർപ്പെടണം. വിടുതല. സ്തോത്രം. നമ്മൾ പലയിടത്തും ചെന്ന് എതിർപ്പെട്ടു പോകുക, അവിടെ അങ്ങ് പെട്ടും പോവുക. ഇന്ന് പകൽ കർത്താവാണ് നമുക്ക് എതിർപ്പെടുന്നതെങ്കിൽ, സ്തോത്രം, ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നു എങ്കിൽ, ആമേൻ, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറും. എന്നാൽ ഒരു ദിവസം രാത്രിയിൽ കർത്താവ് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ചെറുപടകുകളിൽ കയറി കർത്താവിനെ കൊണ്ട് ആമേൻ ഇങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. ഈ പോകുന്ന ശിഷ്യന്മാർക്കൊരു ലക്ഷ്യമില്ല, പക്ഷേ പോകുന്ന ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട്. ആമേൻ. പലപ്പോഴും നമുക്കൊരു ലക്ഷ്യമില്ല, പക്ഷെ നമ്മളെ വിളിച്ചവന് നമ്മളെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ട്. അവൻ വഴിതെറ്റി പോകത്തില്ല. നമ്മൾ വഴിതെറ്റിയാലും കർത്താവ് വഴിതെറ്റി പോകത്തില്ല. അവൻ കറക്റ്റ് റൂട്ടിൽ നമ്മളെ കൊണ്ടുവരും. എത്ര കാറ്റടിച്ചാലും എത്ര പടകുലഞ്ഞാലും, അർദ്ധരാത്രിയാണ്, അല്പ വഴി മാറിപ്പോയാലും കറക്റ്റ് സ്ഥലത്ത് ദൈവം കൊണ്ടുവരും. ദൈവത്തിന്റെ പ്രത്യേകത അതാ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്നേ നമ്മുടെ പടകിലടിച്ച കാറ്റ് മുഖാന്തരം നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ ചെതറിപ്പോയേനെ. ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ലക്ഷ്യമുള്ളത് കൊണ്ടാ ആമേ കാറ്റടിച്ചിട്ടും കോളിളകിയിട്ടും തിരമാല പൊങ്ങിയിട്ടും ഈ പടക് മുങ്ങിപ്പോകാതിരിക്കുന്നതും താണുപോകാതിരിക്കുന്നതും തകർന്നു പോകാതിരിക്കുന്നതും ഇന്ന് പകൽ അവന്റെ സന്നിധിയിൽ വന്ന് ദൈവകുഞ്ഞ് നിനക്ക് ആരാധിപ്പാൻ, സ്തോത്രം പറയാൻ, നിന്റെ അതരാർപ്പണങ്ങളെ അർപ്പിക്കുവാനൊക്കെ ദൈവം കൃപ കാണിച്ചത് നിന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന്, നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു നിശ്ചയമുണ്ടെന്ന്. അവരിങ്ങനെ യാത്ര ചെയ്തു വരുമ്പോൾ ആർക്കും മനസ്സിലായില്ല. പക്ഷേ അക്കരെ കല്ലറകളിൽ കിടന്നവന് മനസ്സിലായി. ഇന്ന് പകൽ ദൈവകുഞ്ഞെ നമ്മുടെ ഓരോ മൂവ്മെന്റും തിരിച്ചറിയുന്ന ഒരു മേഖലയുണ്ട്. സ്തോത്രം, സ്തോത്രം. എങ്ങനെയാ കർത്താവ് ആമേൻ ശിഷ്യന്മാരുമായി ഗദരദേശത്ത് വരുന്നത്? അവിടെ ഉണ്ടായിരുന്ന പിശാച് എങ്ങനെ തിരിച്ചറിഞ്ഞു? സ്തോത്രം. അർദ്ധരാത്രിയിൽ പിശാച് നോക്കുമ്പോൾ ഒരു വലിയ വെളിച്ചം വരുന്നു. കാലങ്ങൾ കൊണ്ട് ഈ അന്ധകാരത്തിൽ കിടന്നുകൊണ്ട് ആമേൻ സ്തോത്രം അനേകരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന പൈശാചിക മേഖലയ്ക്കകത്തൊരു വെളിച്ചം വരുന്നു. അവനത് തിരിച്ചറിഞ്ഞു. നമ്മൾ പലതും തിരിച്ചറിഞ്ഞില്ലെങ്കിലും പിശാച് തിരിച്ചറിയും. നമ്മളൊരു മേഖലയിൽ കാലുവെച്ചാൽ ആമേൻ സ്തോത്രം അവിടെയുള്ള ആരും അറിഞ്ഞില്ലെങ്കിലും അവിടുത്തെ പൈശാചിക മേഖല തിരിച്ചറിയും. കാരണം എന്ന് പറഞ്ഞാൽ ആമേൻ അന്ധകാരത്തിന്റെ നടുവിൽ ഒരു വെളിച്ചം കത്തിയാൽ തിരിച്ചറിയും. ഇന്ന് പകൽ നമ്മളെ ഇരുട്ടിന്റെ ശക്തികൾ തിരിച്ചറിയും. വരാതിരിക്കാൻ പല വഴിയും നോക്കി, കാറ്റടിപ്പിച്ച് നോക്കി, തിരമാല ഇളക്കി നോക്കി. പക്ഷെ കർത്താവ് പറഞ്ഞു, ആമേൻ, ഞാൻ അവിടെ എത്തും. ഞാൻ എത്തുകയല്ല, ശിഷ്യന്മാരെയും ഞാൻ അവിടെ എത്തിക്കും. ആമേൻ. ഈ കാറ്റിനും കോളിനും നമ്മളെ തകർക്കാൻ പറ്റുകയില്ല. ആമേൻ സ്തോത്രം. കർത്താവ് കൃത്യം ഗദരദേശത്ത് കാലുവെച്ചപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, അവൻ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നു അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് എവിടെയായിരുന്നു? കല്ലറകളിലായിരുന്നു. ഇപ്പൊ ഈ മനുഷ്യന്റെ പാർപ്പ് കല്ലറയില്ല. പക്ഷെ ഈ മനുഷ്യൻ കല്ലറയിൽ പാർത്തിരുന്ന മനുഷ്യനല്ല. ഇവന് മുമ്പ് എവിടെയാ പാർത്തിരുന്നേ? മുമ്പ് എവിടെയാ പാർത്തേ? ഇദ്ദേഹം നേരത്തെ വീട്ടിലായിരുന്നു, ഇപ്പോഴും കല്ലറയില്ല. പക്ഷെ ഈ കല്ലറ വരാനൊരു കാര്യമുണ്ട്. ഈ പിശാചിന്റെ നിയന്ത്രണത്തിലാകാനൊരു കാരണമുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വീട്ടിനകത്ത് വളരെ സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെ കുടുംബ ജീവിതം നയിച്ച് നന്നായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. ഇപ്പൊ ഈ കല്ലറയിലാകുവാനുള്ള കാരണം എന്താന്ന് ആമേൻ സ്തോത്രം ചിന്തിച്ചിട്ട് നമുക്ക് താഴോട്ട് വരാം. സ്തോത്രം അല്ലല്ലേ. ഈ ഇതിനകത്താകാൻ കാരണം ഈ പിശാചിന്റെ തന്ത്രങ്ങളെ നമുക്കറിയാൻ പാടില്ലാത്ത ഒരൊറ്റ, ബാക്കി എല്ലാവരുടെ കാര്യവും അറിയാം, എല്ലാവരുടെ കാര്യവും അറിയാം. പക്ഷെ പിശാചിന്റെ തന്ത്രം മാത്രം ആമേൻ അതെല്ലാം അവൻ വെക്കേണ്ട എല്ലാ കെണിയും വെച്ചിട്ട് നമ്മളെ കണ്ണു തുറക്കുമ്പോഴത്തേക്ക് അവന്റെ പണി ഫിനിഷ് ആയിരിക്കും. ഈ പിശാച് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ
എങ്ങനെ പ്രവേശിക്കണമെന്നറിയാമോ? നമ്മൾ പോലും അറിയാതെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇവൻ കയറുന്നത്. നമുക്ക് ആദ്യം ഒന്നും നമുക്കിത് അറിയാൻ പറ്റുകയില്ല. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇത് കുടുംബ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവ് രണ്ടുപേരാണ്. അവർ ഭയങ്കര സ്നേഹത്തോടെ അവർ കഴിഞ്ഞു പോകുന്നത്. പക്ഷെ ഒരു ദിവസം ചെറിയൊരു വിഷയം വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വിഷയത്തിന്മേൽ ഒരു പിണക്കം ഉണ്ടായി. വചനം പറയുന്നു, നിങ്ങൾ പിണങ്ങിയാൽ എന്ത് ചെയ്യണം? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തോണം? നിരന്നോണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇല്ലെങ്കിൽ വേറൊരാൾ അവിടെ വരും നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ. അപ്പൊ ചെറിയൊരു വിഷയത്തിൽ പിണങ്ങി, പക്ഷെ സന്ധ്യയായി, ഉഷസ്സായിട്ടും എന്ത് ചെയ്തില്ല. അപ്പൊ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് നിന്ന് ഇവര് ഒരല്പം അങ്ങോട്ട് തിരിയാൻ തുടങ്ങി. ഇപ്പോൾ ഒരു ഗ്യാപ്പില്ല, പിണക്കമാണ്. ഇപ്പൊ നിരക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ രണ്ടുപേരും രാത്രി കിടക്കുക. ഒരാൾ പറഞ്ഞു, ആദ്യം എന്തായാലും എന്നോട് മിണ്ടുന്നൊന്ന് നോക്കട്ടെ. ഇപ്പുറത്തെ ആളും അതുപോലെ ചിന്തിച്ചു. ആദ്യം ആരും മിണ്ട്, ഞാൻ എപ്പോഴും ഞാനാ താണ് കൊടുക്കുന്നത്, എന്തായാലും ഈ പ്രാവശ്യം എന്നോട് മിണ്ടട്ടെ. സ്തോത്രം. ഒരു ദിവസമായി രണ്ടുപേരും മിണ്ടിയില്ല. അപ്പോഴേക്കും ഒരല്പ ഗ്യാപ്പ് വന്നു. അത്രയും ഗ്യാപ്പ് വേണ്ട. സ്തോത്രം. അങ്ങോട്ട് തിരിഞ്ഞു. ഹല്ലേലൂയ. ഇപ്പോൾ ഇവിടെ ഒരു ക്രിക്കറ്റിൻ്റെ ബാറ്റും ഒരു ബോളും വയ്ക്കാനുള്ള ഒരിടം, അവനെ ഞെരുങ്ങിക്കയറുവാനുള്ള ഇടമായി. ഇത് 2 ദിവസമായി 3 ദിവസമായി ഇത് മിണ്ടാതെ ആയപ്പോൾ ഗ്യാപ്പ് കുറേശ്ശെ എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടാൻ തുടങ്ങി. ഈ ഗ്യാപ്പ് കൂടാൻ തുടങ്ങിയപ്പോൾ പിന്നെ ചിന്തിച്ചു, അന്നേ പറഞ്ഞതാണ് ഈ സംബന്ധം വേണ്ട വേണ്ട വേണ്ട. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളായിരുന്നെങ്കിൽ സ്തോത്ര കാര്യങ്ങൾ എത്ര ഇതായനെ. ഇപ്പുറത്തെ ആളും അതേപോലെ, അച്ചാച്ചൻ അന്നേ പറഞ്ഞത് വേണ്ടെന്ന്. എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാനിത് സമ്മതിച്ചു, ഞാനിത് അനുഭവിച്ചേ പറ്റൂ. അപ്പോഴത്തേക്ക് ഗ്യാപ്പ് എത്രയായി? 4 അടി കട്ടിലാണ്, കട്ടിലിന് വെളിയിലായി. ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും ഹൃദയത്തിനകത്ത് സ്തോത്രം. ഇപ്പം ഇത്രയും ഗ്യാപ്പായപ്പോൾ 1000 പേര് 1000 സാത്താൻ ഇതിനകത്ത് കയറി. ഇപ്പം എന്താണ്, ക്രിക്കറ്റ് കളിക്കാനുള്ള വലിയൊരു കോർട്ടായി. ആദ്യത്തെ ദിവസം തന്നെ ഒന്ന് പറഞ്ഞാൽ തീരത്തക്ക പ്രശ്നമേ ഈ ഗ്യാപ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്തു? 1000 പേര് ഇതിൻ്റെ അകത്ത് കയറി. ഇപ്പം ഭയങ്കര പ്രശ്നം. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഒരാൾ റൂമിന് വെളിയിലായി, ഒരാൾ റൂമിന് പുറത്തായി. അപ്പോഴേക്കും ഒരു ഭാഗം ഫുള്ളങ്ങ് ഫ്രീ ആയി. ഇപ്പോൾ 2000 പിശാച് എന്ത് ചെയ്തു? ഈ ഗ്യാപ്പിനകത്ത് കയറി. ഇങ്ങനെ ഇതെല്ലാം കയറി ഇതിനകത്ത് വന്നിട്ട് ഇത് വ്യക്തികളിലേക്ക് അങ്ങ് കയറി. വ്യക്തികളിലേക്ക് കയറി. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് ഇത് പിശാച് കയറുന്ന ഒരു ചെറിയ വാതിലാണ് ഞാൻ പറഞ്ഞത്. പല മുഖാന്തരങ്ങളിലൂടെയാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ കയറുന്നത്. നമ്മളിതിനെ തിരിച്ചറിയണം. ഇന്ന് പകൽ ചിലതിനെ പൊട്ടിക്കണം. ഈ പിശാച് നമ്മുടെ ജീവിതത്തിനകത്തോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ 7 കാര്യങ്ങൾ സംഭവിക്കും. ഇവിടെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ 7 കാര്യം സംഭവിച്ചു. എന്താ 7 കാര്യങ്ങൾ സംഭവിച്ചത്? നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്, നമ്മുടെ ജീവിതത്തിൽ ഇവൻ കയറുമ്പോൾ ആദ്യം ഒന്നും അറിയാൻ പറ്റുകയില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് വെളിപ്പെട്ട് വരും. 5-ാം അധ്യായത്തിൽ പറയാം, രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചു എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങൾ പുറത്തു വരും. ഈ പിശാച് നമ്മളെ ജീവിതത്തിനകത്ത് വന്നാൽ പിന്നെ ശബ്ദമാണ് പറഞ്ഞത്. പിന്നെ എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് കേട്ട് അടുത്ത് പറയുന്നു, അവൻ ഉറക്കെ നിലവിളിച്ചു എന്ന് പറഞ്ഞാൽ ഈ പിശാച് നമ്മുടെ ജീവിതത്തിൽ കയറിയിരുന്നാൽ ആദ്യം വീട്ടുകാർ കേൾക്കെ കിടന്ന് അലറും, രണ്ടാമത് നാട്ടുകാർ കേൾക്കെ. അപ്പോൾ രണ്ടാമത് ഇതങ്ങ് സ്തോത്രം. ആദ്യം വീട്ടുകാർ കേൾക്കെ കിടന്ന് അലറും, രണ്ടാമത് നാട്ടുകാർ കേൾക്കെ. അപ്പോൾ ഒരാൾ പറയും,
നാട്ടുകാർ കേൾക്കും. നാട്ടുകാർ കേട്ടാൽ എന്താ? ഇന്ന് പകൽ അടങ്ങാത്തത് മുഴുവനും അടങ്ങും. ഇന്ന് പകൽ യേശു ലൈഫിൽ വന്നാൽ ചിലതൊക്കെ സംഭവിക്കും. ചില ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരും. അവൻ രണ്ടാമത്തെ ലക്ഷണം, ഈ മനുഷ്യന് സുബോധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ആദ്യം ബോധം നഷ്ടപ്പെടും, രണ്ടാമത് സുബോധം നഷ്ടപ്പെടും. എന്താ ബോധം നഷ്ടപ്പെടുന്നത്? ഈ ബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന ആരാന്നൊന്നും നമുക്ക്, ഭാര്യയാണോ അമ്മയാണോ മക്കളുണ്ടെന്നൊന്നും ഒരു വിവരം, വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുക. അത് ഈ ബോധം നഷ്ടപ്പെടും. രണ്ടാമത് സുബോധം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പരിജ്ഞാനവും സുബോധം നഷ്ടപ്പെട്ടു. 3, അവൻ നഗ്നനായി, വസ്ത്രമില്ല. വസ്ത്രമില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള പരിജ്ഞാനം വിടുമ്പോൾ അവന്റെ മേൽ കിടക്കുന്ന ഒരു തേജസ്സിന്റെ വസ്ത്രം എന്ന് പറഞ്ഞ ഒരു കല്യാണ വസ്ത്രം ഉണ്ട്. ആ വസ്ത്രം എന്ത് ചെയ്യും? അവന് വസ്ത്രം നഷ്ടപ്പെട്ടാൽ, ഏദൻ തോട്ടത്തിൽ വസ്ത്രം നഷ്ടപ്പെട്ടു, അവരെന്ത് ചെയ്തു? ഒളിച്ചു. എന്താ ദൈവം വന്നപ്പോ ഒളിച്ചത്? ഇന്ന് പകൽക്കാലം 4ാമത് എന്ത് സംഭവിക്കുന്നറിയോ? ഈ പിശാച് 2000 പന്നികളുടെ മേൽ കയറിയപ്പോൾ അതിന് വീർപ്പ് മുട്ടിയത്. ഈ വീർപ്പ് മുട്ടിയാൽ പിന്നെ നമുക്ക് സഹകരിക്കാൻ എത്തിയത്തില്ല. ഇപ്പൊ ഞാനും പിശാചും തമ്മിൽ വീർപ്പ് മുട്ടിയാൽ പിന്നെ കാണാൻ പറ്റുമോ? പറ്റുമോ? സഹകരിക്കാൻ പറ്റുമോ? അപ്പൊ വീർപ്പ് മുട്ടിക്കും. 4ാമത് അവന്റെ ലക്ഷണം വീർപ്പ് മുട്ടിക്കും. വീർപ്പ് മുട്ടിയ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പറയും കർത്താവ് വേണ്ട. അങ്ങനെ ഇദ്ദേഹം വീട്ടിനകത്ത് വീർപ്പ് മുട്ടി. അപ്പോഴേക്കും 4000 കയറി. 4000 കയറിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് വീട്ടിൽ പറ്റില്ല, വീട് വിട്ട് ഇറങ്ങി. പിന്നെ ഇനിയിപ്പോൾ എവിടെയെങ്കിലും താമസിച്ചാലും പറ്റും, അന്തി ഉറങ്ങണം. കിട്ടിയ സ്ഥലം എവിടെയാ? അവിടെ ചെന്നപ്പോൾ ബാക്കി 2000 അവിടെ കാത്തു നിന്നു. ഓരോ സ്ഥലത്തും കാത്തു നിപ്പുണ്ട്. നമ്മൾ റൂട്ട് മാറിയാൽ അവൻ കയറും. ഈ 6000 സംഭവം ഇവന്റെ അകത്ത് എന്ത് ചെയ്തു? എന്നെ ചിന്തിപ്പിച്ച ഏറ്റവും വലിയൊരു ചിന്ത ഞാൻ പറഞ്ഞു. ഇത് 6000 അകത്ത് കയറിയപ്പോൾ ഓരോ പിശാചിനും ഓരോ സ്വഭാവമാണ്. ഈ 6000 പേർക്ക് ഒരേ സ്വഭാവമൊന്നുമല്ല. അവർ ഐക്യതയോടെ ഇരുന്നെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. ഓരോ ആഴ്ചയിലും ഓരോ ലീഡർഷിപ്പിന് അങ്ങ് സംഭവം വിട്ടുകൊടുക്കും പിശാച്. അപ്പോ ഇവന്റെ പുറത്ത് കയറിയിട്ട് ഓരോരുത്തരെ ഓരോ ആഴ്ച ലീഡ് ചെയ്യുന്നത്. ഒരുത്തൻ ലീഡ് ചെയ്തപ്പോൾ അവൻ കല്ലറകളിൽ നിലവിളിച്ചുകൊണ്ട് നടന്നു, പട്ടണത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ ഇറങ്ങി. ഇത് ഒരു സെക്ഷൻ പിശാച് കയറുമ്പോൾ ഈ നിലവിളി മാത്രമേ ഉള്ളൂ, പരാതി പറഞ്ഞുകൊണ്ട് നടക്കാം. അതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംഭവം കരഞ്ഞു കാണിക്കും. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം എന്ത് ചെയ്യും. ഇത് സംഭവം ഇവന്റെ അകത്ത് കയറിയിട്ട് അടുത്തൊരു സംഭവം വരുമ്പോൾ ഇവൻ നാട്ടുകാരെ ഉപദ്രവിക്കും. നാട്ടുകാരെ ഉപദ്രവം തുടങ്ങുമ്പോൾ ഇവന്റെ കൈക്ക് എന്ത് ചെയ്യും? ഇവന്റെ കാലില് ചങ്ങലയിട്ട് കെട്ടും, കയ്യിൽ വിലങ്ങുകൊണ്ട് ലോക്ക് ചെയ്യും. കാരണം എന്തിനാ ഈ ചങ്ങല ഇടുന്നത്? അടങ്ങാൻ വേണ്ടിയാ. ഇവൻ അടങ്ങത്തില്ല. ആര് പറഞ്ഞാലും ഇവൻ എന്ത് ചെയ്യത്തില്ല. പഞ്ചായത്തിലെ കൗൺസിലർ വന്ന് പറഞ്ഞു നോക്കി അടങ്ങുമെന്ന്. പുള്ളി ഒരു ചങ്ങലയും കൊണ്ട് വന്നതാ. പക്ഷേ പുള്ളി പറഞ്ഞിട്ട് ഇതെന്ത് ചെയ്തില്ല. എനിക്ക് മനസ്സിലാകാത്തതാണോ നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണോ എന്നെനിക്ക് ഒരു ആശങ്ക. സ്തോത്രം. പിന്നെ പഞ്ചായത്ത് മെമ്പറെ കൊണ്ട് പറഞ്ഞു നോക്കിച്ചു. പുള്ളി വന്നൊരു വിലം കിട്ടു നോക്കി. പുള്ളി പറഞ്ഞു, ഞാനൊരു വിലം കിട്ടാൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ പുള്ളി കേൾക്കും. അങ്ങനെ പുള്ളി വന്ന് പറഞ്ഞു. പുള്ളി കയ്യിലൊരു വിലം കിട്ടിട്ട് പോയി. പക്ഷെ ഈ പുള്ളി എന്ത് ചെയ്തെന്നറിയാമോ? ഈ പുള്ളി ഇതിനെ ഉരുമി എന്ത് ചെയ്തു? ഇപ്പൊ എത്രയോ പേര് ഇവന്റെ കയ്യിൽ ചങ്ങലയും കാലിൽ ചങ്ങല എത്ര പേര് പറഞ്ഞു. പക്ഷെ പറഞ്ഞിട്ടല്ല ഇവൻ എന്ത് ചെയ്യാം? ഇതിനെ ഉരുമി പൊട്ടിച്ചും ഇവന്റെ അടങ്ങുകയല്ല. ഞാൻ പറഞ്ഞു, ഇന്ന് പകൽ അടങ്ങാത്തതിനെ അടക്കും. കർത്താവ് വന്നാൽ ചിലതൊക്കെ അടങ്ങും. ഞാൻ പറഞ്ഞു, ചില ചങ്ങലകളെ ഇന്ന് പകൽക്കാലം കർത്താവ് വരുന്നത് ചങ്ങല ഇടാനല്ല, ഇന്ന് പകൽ ചങ്ങല അഴിക്കാൻ. ഇത്രയും ചങ്ങലകൾ വലിച്ചു പൊട്ടിച്ചു, വിലങ്ങ് പൊട്ടിച്ചു. ലാസ്റ്റിൽ ഒരു സെക്ഷൻ പിശാച് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഇവന്റെ ശരീരം തന്നെ മുറിവേൽപ്പിക്കാൻ തുടങ്ങി, കല്ലെടുത്ത് ചതയ്ക്കാൻ തുടങ്ങി. പക്ഷെ ഇവന്റെ ശരീരത്തെ കല്ലുകൊണ്ട് ചതച്ചിട്ടും ഇവൻ ഈ 6000 ചുമന്നുകൊണ്ട് അടക്കാം. ഒരു പ്രശ്നവുമില്ല. എത്ര എണ്ണമായിരിക്കുന്നത്? അവന്റെ തലമേൽ 6000 പേര്. അവന്റെ തലയിൽ ഇരുന്നു കൊണ്ട് തന്നെ അവന്റെ ശരീരത്തെ എന്ത് ചെയ്തോണ്ടിരിക്കുക. എന്നിട്ടും എത്ര നല്ലവൻ എന്നെ യേശുനായകൻ. ഈ 6000 ചുമന്നോണ്ട് ഒരു പ്രശ്നമില്ല. ഇവനുമായിട്ട് ഒരു പ്രശ്നവും. പിന്നെ ആരുമായിട്ടാ പ്രശ്നം? പറഞ്ഞ ആരുമായിട്ടാ പ്രശ്നം? നാട്ടുകാരുമായിട്ടാ പ്രശ്നം.
ഇവനെ ചതയ്ക്കുന്നവനോട് ഇവൻ ഒരു പ്രശ്നവും പൊളിയണം. ഇന്ന് ചില അടിസ്ഥാനങ്ങൾ പരിശുദ്ധാത്മ പൊളിക്കും. പരിശുദ്ധാത്മാവ് പൊളിക്കും. പരിശുദ്ധാത്മാവ് പൊളിക്കും. ആമേൻ. ദൈവകുഞ്ഞെ, നിന്നെ കൊണ്ട് ദൈവത്തിനൊരാവശ്യമുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളെക്കുറിച്ച്, ഈ തലമുറകളെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. ആമേൻ. ആമേൻ. ദൈവ പൈതലെ തിരിച്ചറിയേണ്ടത്, ദൈവത്തിൻ്റെ സ്വപ്നത്തിന് വിരോധമായി ശത്രു വിടുന്ന പദ്ധതികളെ ആമേൻ ചുമന്നുകൊണ്ട് നടക്കുകയല്ല. ഇന്ന് പകൽ അതിനെ പൊളിക്കണം. ഇന്ന് പകൽ അതിനെ എടുത്തു മാറ്റണം. ആമേൻ. ശരീരത്തെ മുറിവേൽപ്പിക്കുന്നു. കണ്ടോ, ചിലരെ വഴക്ക് കൂടിയാൽ മതി, തല കൊണ്ടുവന്ന് വാതിലിട്ടങ്ങടിക്കും. ഇന്ന് പകൽ ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില മേഖലകൾ പൊട്ടുക, ചില നുഖങ്ങൾ തകർന്നു പോകുകയാണ്. നമുക്കറിയത്തില്ല, നമ്മളെ കണ്ണുകൾക്ക് മറഞ്ഞ് നമ്മുടെ മേഖലയിൽ നിന്ന് നമ്മളെ വാഴുന്നൊരു ശക്തി. ഇന്ന് പകൽ ഞാൻ പറഞ്ഞു, നമ്മൾ സ്വതന്ത്രരാകണം. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം വെളിപ്പെട്ടു വരണം. നമ്മൾ ഞരങ്ങിയും ഞെരുങ്ങിയും കരഞ്ഞും വിലാപിച്ചും നമ്മുടെ നല്ല നാളുകളെ കഴിക്കാനല്ല. ഇന്ന് പകൽ ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ വെളിപ്പെട്ട് വരണമെങ്കിൽ ചില മേഖലകൾ പൊട്ടിയേ മതിയാകത്തുള്ളൂ. ചില മേഖലകൾ പൊട്ടണം. ദൈവകുഞ്ഞെ, നീ നിരാശപ്പെടരുത്. ഇന്ന് പകൽ ഹല്ലേലൂയ, ഇത് പൊട്ടിയാൽ നീ സ്വതന്ത്രനാകും. കാലങ്ങൾ കൊണ്ട് നിന്റെ കുടുംബ ജീവിതത്തെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ ദൈവത്തിന്റെ പദ്ധതികൾക്ക് വിനയപ്പെടാതെ വണ്ണം, ദൈവത്തിന്റെ പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാതെ വണ്ണം അദൃശ്യ മണ്ഡലങ്ങളിൽ പോരാടുന്ന ചില പോരിന്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം അതിന്റെ പദ്ധതികൾ പൊളിയണം. നിന്റെ കുടുംബത്തിൽ ആവാനിട്ട അടിസ്ഥാനം ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് പൊളിഞ്ഞു മാറണം. ഹല്ലേലൂയ. നിന്റെ ഭാവിയെ കുറിച്ച് ദൈവമിട്ടിരിക്കുന്ന ഒരടിസ്ഥാനമുണ്ട്. ഇന്ന് പകൽ അതിന് വിരോധമായിട്ട് ശത്രു ഹല്ലേലൂയ അടിസ്ഥാനം ഇടുന്നേ. ശരീരത്തെ മുറിവേൽപ്പിക്കുന്നവനെ നമ്മൾ അറിയാതെ നമ്മൾ ചോദിച്ചുകൊണ്ട് നടക്കാം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പുള്ളിയോട് ചോദിക്കാം, ഇവനെ അങ്ങ് വിടാൻ പറ്റുമോ? ഇപ്പൊ പറയാ, ഞാൻ പണ്ടേ വിട്ടതാ, പക്ഷെ എന്ത് ചെയ്യുന്നില്ല. ഈ പിശാച് ഒരാളായിട്ട് വന്നതാ. മത്തായി സുവിശേഷം 12-43 വാക്യത്തിൽ പറഞ്ഞു, ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം അവൻ നീരില്ലാത്ത സ്ഥലങ്ങളിൽ തണുപ്പ് അന്വേഷിച്ച് നടന്നു. കണ്ടെത്തുന്നില്ല താനും. അവൻ വിചാരിച്ചു, ഞാൻ പോയ വീട്ടിലേക്ക് തിരികെ വരാമെന്ന് പറഞ്ഞ് അവൻ ഒരാളായിട്ടാണ് പോയത്. പക്ഷെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അടിച്ചു വാരി വൃത്തിയായി കിടക്കുന്നത് കണ്ടു. തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര സ്തോത്രവും ഇന്നലെ വരെ ഇല്ലാത്ത അല്ലേലിയോ സ്തോത്രമൊക്കെ പറഞ്ഞ് ഭയങ്കര ആരാധനയായിട്ടിരിക്കുക. പുള്ളി അതുകൊണ്ട് വിട്ടിട്ട് പോയില്ല. പുള്ളി പോയിട്ട് എന്ത് ചെയ്തു? തന്നിലും ദുഷ്ടതയേറിയ സ്തോത്ര ഹല്ലേലൂയ 7 പേരെന്ന് പറഞ്ഞാൽ 7 ലീഡർമാർ, അവരെ പിറകെ വേറെ ആൾക്കാരുണ്ട്. കൊണ്ടുവന്നു, വചനം പറഞ്ഞു, ഈ മനുഷ്യന്റെ സ്ഥിതി പണ്ടത്തെ നിന്നും പുറകിലോട്ടല്ല നമ്മൾ പോകേണ്ടത്, നമ്മൾ മുമ്പോട്ട് പോകണം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽ ഇത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിശാചിൻ്റെ മേഖലകൾക്കകത്ത് ചില നിരാശയുടെ കൂടുകളെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പൊളിക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അതിനെ പൊളിക്കും. ദൈവകുഞ്ഞൻ, ദൈവ പദ്ധതി നിന്റെ മേൽ വെളിപ്പെടാതെ വണ്ണം നിന്റെ മേൽ നിരാശയിടുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന ഹല്ലേലൂയ നിന്നെ എല്ലാവരിൽ നിന്ന് ഒറ്റപ്പെടുത്തി സ്തോത്ര ഹല്ലേലൂയ ഹല്ലേലൂയ ആരും ആശ്രയമില്ലാത്ത കല്ലറകളിൽ ഒതുക്കിയ ചില മേഖലകൾക്കകത്തു നിന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്, നീ പുറത്തു വരണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. യേശു ഗദരദേശത്ത് വന്നത് എന്തിനെന്നറിയാമോ? കാലങ്ങൾ കൊണ്ട് ഒരുവൻ ഭവനത്തിന് പുറത്തായി, ദേശത്തിന് പുറത്തായി, എല്ലാവർക്കും തലവേദനയായി കിടക്കുന്ന അവനെ അപ്പന്റെ സ്വപ്നത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ എന്റെ യേശു വന്നെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെ നോക്കി ഞാൻ പ്രവചിച്ചു പറയും, കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നത് മടക്കി കൊണ്ടുവരാനാ. ദൈവത്തിന്റെ സ്വപ്നത്തിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരാൻ. ഇങ്ങനെ കല്ലുകൊണ്ടൊക്കെ ചതച്ച് കിടക്കുമ്പോൾ അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. അവനെ ആർക്കും ചങ്ങല കൊണ്ടും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും
അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഇന്ന് പകൽ ഒരു കാര്യം ഓർത്തോണം, കർത്താവ് വെളിപ്പെട്ടാൽ നമ്മളല്ല ദണ്ഡിക്കപ്പെടുന്നത്, നമ്മളല്ല തകർക്കപ്പെടുന്നത്, ശത്രു തകർക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകൽ അത് സംഭവിക്കണം. ആമേൻ. മറഞ്ഞു നിന്ന് നമ്മുടെ ജീവിതത്തിന്, നമ്മളെ കുടുംബത്തിനും തലമുറയ്ക്കും വിരോധമായി നിൽക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ ഇന്ന് പകൽ തകർന്നു പോകണം. കർത്താവ് പറയാ, കർത്താവ് വന്നപ്പോൾ ആമേൻ, ശത്രു പറയാ, കർത്താവേ, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ഇവന്റെ ജീവിതത്തിൽ ഞാനൊരു ഡേറ്റ് ഇട്ടിട്ടുണ്ട്, ആ ഡേറ്റ് മാറ്റാൻ നീ സമ്മതിക്കരുത്. എന്റെ കർത്താവ് പറയാ, പിശാചേ, നീ ഇട്ട ഡേറ്റ് അല്ല, നീ ഇട്ട ഡേറ്റിന് മുമ്പ് എന്റെ ഡേറ്റ് വന്നു കഴിഞ്ഞു. ഞാനിവിടെ കാലി ചവിട്ടിയത് എന്റെ സമയം വന്നതുകൊണ്ട്. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയും, ആമേൻ, പിശാചിന്റെ സമയമല്ല, പിശാചിന്റെ സമയമല്ല. നിന്റെ ജീവിതത്തെ തകർക്കാൻ, നിന്റെ കുടുംബത്തെ തകർക്കാൻ, നിന്റെ തലമുറയെ തകർക്കാൻ പിശാചിന്റെ സമയമല്ല, ദൈവത്തിന്റെ സമയം അതിനു മുൻപേ കടന്നു വരും. പിശാച് പറയുക സമയത്തിനു മുമ്പേ എന്ന് പറഞ്ഞാൽ അവൻ ഒരു സമയം ഇട്ടിരിക്കുക. ഇന്ന് പകൽ അത് പൊളിയണം. കർത്താവ് പറയാ, ഞാൻ വന്നത് നിന്റെ സമയത്തിനല്ല, എന്റെ സമയത്താ. ദൈവം നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്ത് അവൻ വെളിപ്പെടും. കർത്താവ് ഇന്ന് പകൽ പിശാചിനോട് കൂടെ നമ്മൾ നിരാശപ്പെടരുത്. എത്രത്തോളം നിങ്ങൾ സന്തോഷിക്കുമോ അത്രത്തോളം അവന്റെ കൂട് പൊളിയും. ഹല്ലേലൂയ. അവന്റെ പദ്ധതികൾ പൊളിയും. അവന്റെ സമയം നമ്മൾ തെറ്റിക്കണം. പിശാചിന്റെ സമയം തെറ്റിക്കണം. പിശാചിന്റെ സമയം തെറ്റണമെങ്കിൽ കർത്താവ് നമ്മുടെ ലൈഫിൽ ഇറങ്ങണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങിയാൽ പിശാചിന്റെ സമയം തെറ്റും. പിശാച് യേശുവിന്റെ കാൽക്കൽ വീണ് കിടന്നിട്ട് പറയാ, കർത്താവേ, സമയത്തിനു മുമ്പേ നീ എന്നെ ദണ്ഡിപ്പിക്കരുത്. കർത്താവ് പറഞ്ഞു, ഇല്ല, ഇനി നിനക്ക് ഇവന്റെ മേൽ വാഴുവാൻ അനുവാദമില്ല. മതി അവന്റെ കുടുംബത്തെ നീ തകർത്തത്, മതി അവന്റെ മേൽ കിടക്കുന്ന സ്വപ്നത്തെ നീ തകർത്തത് മതി. ഇന്ന് പകൽ ദൈവം ഒരുക്കുന്നത് ആ പിശാചിന്റെ സ്വപ്നത്തിൽ നിന്ന് ദൈവത്തിന്റെ സ്വപ്നത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ ചേഞ്ച് ചെയ്യുകയാണ്. ഇന്ന് പകൽ ആരുടെയൊക്കെ ജീവിതത്തെ ദൈവത്തിന്റെ സ്വപ്നത്തിലോട്ട് ചേഞ്ച് ചെയ്യുകയാ. പിശാച് പറഞ്ഞതും പിശാച് അടിസ്ഥാനമിട്ടതും പിശാച് ഒരുക്കിയ പദ്ധതികളും ഇന്ന് പകൽ പൊളിയുകയാണ്. ഇന്ന് പകൽ പൊളിയുകയാണ്. ദൈവകുഞ്ഞെ, ആരാധിക്കുന്ന ദൈവത്തോട് പ്രതികരിക്കുന്ന നിന്നെ കുറിച്ച് ഒരു പ്രവചനം പറയുവാനുണ്ട്. നീ ദൈവത്തിന്റെ സ്വപ്നത്തിലോട്ട് നീ കയറുകയാണ്. ഇന്ന് പകൽ പിശാചിന്റെ കൂട് പൊളിയട്ടെ. നിന്റെ മേൽ ഇട്ടിരിക്കുന്ന പദ്ധതിക്ക് ഇന്ന് പകൽ സമാപ്തി വരട്ടെ. ഇന്ന് പകൽ ഇതിനകത്ത് പ്രതികരിക്കുന്ന ദൈവകുഞ്ഞെ, നീ ദൈവത്തിന്റെ സ്വപ്നത്തിലോട്ട് കയറാൻ പോകുക. നീ ദൈവത്തിന്റെ സ്വപ്നത്തിലോട്ട് കയറാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ കരമടിച്ചോ, സ്തോത്രം പറഞ്ഞു. ഇന്ന് പകൽ പ്രതികരിക്കുക. ആമേൻ. പിശാചിന്റെ കൂട് പൊളിയുകയാ. നീ പ്രതികരിക്കുമ്പോൾ പിശാചിന്റെ കൂട് പൊളിയുന്നു. നീ പ്രതികരിക്കുമ്പോൾ പിശാചിന്റെ കൂട് പൊളിയും. ഇന്ന് പകൽ പൊളിയട്ടെ. ഇന്ന് പകൽ പൊളിയട്ടെ. നിന്റെ കുടുംബത്തിന്മേൽ ഇട്ട എല്ലാ പിശാചിന്റെ പദ്ധതികളും അവന്റെ സമയം തന്നട്ടെ. ഇന്ന് പകൽ നിന്റെ തലമുറ മേലിട്ട ശത്രുവിന്റെ പദ്ധതിയുടെ സമയം തന്നട്ടെ. ഇന്ന് പകൽ നീ ദൈവത്തിന്റെ സ്വപ്നത്തിലേക്ക് കയറും. ദൈവത്തിന്റെ സ്വപ്നത്തിലേക്ക്. നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു സ്വപ്നമുണ്ടെന്ന്, നിന്റെ തലമുറയെ കുറിച്ച് ഒരു സ്വപ്നമുണ്ടെന്ന് ഈ പട്ടണത്തിൽ നിന്നെ കൊണ്ടുവന്നത് ഒരു സ്വപ്നത്തിന്റെ നിറവേറല്ല. ഇന്ന് പകൽ ചില വിടുതലുകൾ ഇതിനകത്ത് നടക്കുന്നു. ചില വിടുതലുകൾ നടക്കുന്നു. പിശാചിന്റെ അടിസ്ഥാനങ്ങൾ പൊളിയുന്നു. അവന്റെ പദ്ധതികൾ പൊളിയുന്നു. ഇന്നലകളിൽ പിശാച് അവൻ പറയുന്ന കാര്യങ്ങളെ നടക്കുകയുള്ളൂ.
പക്ഷെ ഇന്ന് പകൽ കർത്താവ് വെളിപ്പെട്ടാൽ സാത്താനെ നീ പറയുന്നതല്ല, ദൈവത്തിന്റെ സമയം വന്നാൽ ദൈവകുഞ്ഞെ കർത്താവ് പറയുന്നതേ സംഭവിക്കത്തുള്ളൂ. കർത്താവ് ചോദിച്ചു, നിന്റെ പേരെന്താ? എൻ്റെ പേര് ലക്യോൻ. ഞങ്ങൾ പലരാകുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ ഇവനെ വിട്ടുപോയപ്പോൾ ഞാൻ വന്നത് ഇവനെ കൊണ്ടുപോകാനാ, നിനക്ക് വിട്ടു തരാനല്ല. ഇന്ന് പകൽ ഞാൻ വന്നത് നിന്നെയും കൊണ്ടുപോകാനാ. ഒന്നുകൂടെ പറയാം, ഇന്ന് ഈ വിശുദ്ധ സഭാരാധനയ്ക്ക് കർത്താവ് വന്നത് നിങ്ങളെ കൊണ്ടുപോകാനാ. ഇനി പിശാച് നിനക്ക് വിട്ടുതരാനല്ല. ഇന്ന് പകൽ നിനക്ക് നിന്റെ പദ്ധതികൾക്ക് വിരാമമിടാൻ പോകുക. 10-ാം വാക്യം വായിച്ചേണ്ടി. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോന്ന് അപേക്ഷിച്ചു. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ഞങ്ങൾ വേണമെങ്കിൽ അവന്റെ ശരീരത്തിൽ നിന്ന് പോകാം, പക്ഷെ വീട്ടിൽ നിന്ന് പോകാം, പക്ഷെ നാട്ടിൽ നിന്ന് പോകാൻ പിശാച് ഒരു തീരുമാനം എടുത്തു. ഞാൻ പറഞ്ഞു, പിശാച് നീ എത്ര തീരുമാനം എടുത്താലും ദൈവം അതിനെ പൊളിക്കും. പിശാച് നീ എത്ര പ്ലാൻ ഒരുക്കിയാലും ദൈവം അതിനെ പൊളിക്കും. ഇതൊക്കെ പറയുമ്പോൾ പിശാച് ലജ്ജിച്ചു പോകുന്ന സ്തോത്രം പറയണം. സ്തോത്രം. ഇന്ന് പകൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൽ പിശാചിട്ട് ഏതൊക്കെ അടിസ്ഥാനങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുക. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലത് പൊളിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത്, നിങ്ങൾ അതിന്റെ റിസൾട്ട് കാണും. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ അതിന്റെ റിസൾട്ട് കാണാൻ പോവുക. പിശാച് പറയാ, ഞാൻ അവന്റെ ശരീരത്തിൽ നിന്ന് പോകാം, പക്ഷെ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് പോകാം, ശത്രു അലറുന്ന സിംഹം എന്ന പോലെ അവൻ ചുറ്റി സഞ്ചരിച്ചപ്പോൾ സാധ്യത കൂടുതൽ ബാംഗ്ലൂർ പട്ടണത്തിലുണ്ട്. പറഞ്ഞു, അവൻ നീ എന്ത് ചെയ്യില്ല, കർത്താവ് എന്നെ ഈ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യരുത്, പറഞ്ഞു വിടരുത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ശരി, നിന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടാം. അപ്പോൾ കർത്താവ് ഒരു തീരുമാനം എടുത്തു. ഇന്ന് പകൽ ദൈവമക്കളെ നമ്മൾ തിരിച്ചറിയണം. പിശാച് പറഞ്ഞു, ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് വിടരുത്. കർത്താവ് പറഞ്ഞു, ശരി, നിന്നെ ഈ നാട്ടിൽ നിർത്താം, പക്ഷെ ഇവനെ ഞാൻ എടുക്കും. സ്വോത്രം വിട്ടുകൊടുക്കത്തില്ല. ദൈവം നമ്മളെ വിട്ടുകൊടുക്കത്തില്ല. ദൈവകുഞ്ഞ ആ ചങ്കിലെ ചോര തന്ന് വീണ്ടെടുത്തെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്തെങ്കിൽ, അവൻ നമ്മളെ എന്ത് ചെയ്യത്തില്ല. അവൻ നമ്മളെ വിട്ടുകൊടുക്കത്തില്ല. പിശാചിന് വിട്ടുകൊടുക്കത്തില്ല. വാഗ്ദത്തം കേട്ടിട്ട് കുറെ കാലമായില്ലേ, പ്രവചന ശബ്ദം കേട്ടിട്ട് കുറെ നാളായില്ലേ. പലരും ചോദിച്ചില്ല, എന്താ വാഗ്ദത്തം നടക്കാത്തത്, എന്താ പദ്ധതി നടക്കാത്തത്. പദ്ധതി നടക്കാത്തത് സ്തോത്രം, നിന്റെ വാഗ്ദത്തത്തിന് വിരോധമായി ശത്രു ഒരു പദ്ധതി ഒരുക്കി വെച്ചിരിക്കുക. അവൻ ഒരു അടിസ്ഥാനം ഇട്ടിരിക്കുക. എന്റെ കർത്താവ് പറയാ, ഞാൻ വന്നത്, ഇന്ന് പകൽ വന്നത് അതിനെ പൊളിക്കാനാ. ഞാൻ അതിനെ പൊളിക്കും. പിശാച് നീ എത്ര പദ്ധതി കിട്ടാലും ഞാൻ അതിനെ പൊളിക്കും. കാരണം നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന്. ബാംഗ്ലൂർ പട്ടണത്തിൽ വരുന്നതിന് മുമ്പേ പിശാച് ഒരു പദ്ധതി ഇട്ടു. ഈ പട്ടണത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പദ്ധതികൾ ഇട്ടു. പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയും, ഏത് പദ്ധതി ഇട്ടാലും ദൈവം പൊളിക്കും. അത് നമ്മുടെ തലമുറ മേലിട്ടാലും ദൈവം പൊളിക്കും. അത് കുടുംബത്തിലിട്ടാലും ദൈവം പൊളിക്കും. എവിടെയെല്ലാം ഇട്ടാലും ദൈവം അതിനെ പൊളിക്കും. പിശാച് പറഞ്ഞു, എന്നെ ഈ ദേശത്തിൽ നിന്ന് അയക്കരുത്. അപ്പോഴേ ദൈവം ഹൃദയത്തിൽ തീരുമാനിച്ചു, എന്ന് ഞാൻ നിന്റെ അടുക്കുന്ന അവനെ ഞാൻ എടുക്കും. ദൈവത്തിന് പ്രിയമുള്ളവരെ അവൻ കരത്തിലെടുക്കും. അവൻ്റെ കരത്തിൽ നിന്ന് ആർക്കും പിടിച്ചോണ്ട് പോകാൻ പറ്റില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പറഞ്ഞു, ശരി, നിന്നെ ഈ ദേശത്തേക്ക് വിടാം. പക്ഷെ അവൻ പറഞ്ഞു, പക്ഷെ എന്നെ വിടുന്നത് എങ്ങോട്ട് വിടണം? ആ മേഞ്ഞുകൊണ്ടിരിക്കുന്ന പന്നികളുടെ മേൽ എന്നെ വിടണം. അപ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അപ്പോൾ പിശാച് പറഞ്ഞു, ഈ പന്നിക്കൂട്ടത്തിൽ കയറിയാൽ ഞാൻ ഈ പന്നി എന്തായാലും മറിക്കും. പന്നി പൊതുവെ മറിപ്പാണ്. സ്തോത്രം. അപ്പോൾ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ശരി, അനുവാദം കൊടുത്തു. ഈ 6000 പിശാച് 2000 പന്നിയുടെ മേൽ കയറി. അപ്പോൾ ഒരു പന്നിയുടെ മേൽ എത്ര എണ്ണം കയറി? 3 എണ്ണം കയറി. ഒരു പന്നിയുടെ മേൽ
3 കയറിയപ്പോൾ വീർപ്പ് മുട്ടി. ഈ പന്നി എന്ന് പറയുന്നത് സാധാരണ ഒരു ജീവിയല്ല, ഭയങ്കര ശക്തിയുള്ള, ഒന്നിനും വഴങ്ങാത്ത ഭയങ്കര ശക്തിയുള്ള, ഇത്രയും ശക്തിയുള്ള ഒരു പന്നിയെ നേരിടാൻ ഇവിടെ ഇരിക്കുന്ന ആരെ പറ്റുമോ? പൊന്നാച്ച പറ്റുമോ? പന്നിയെ നേരിടാൻ ആർക്കും പറ്റില്ല. നമ്മളെക്കാൾ കരുത്തുള്ള ഈ പന്നിയുടെ മേൽ 3 കയറിയപ്പോൾ വീർപ്പ് മുട്ടി. ഇതെല്ലാം കൂടെ എന്ത് ചെയ്തു? സമ്മതിക്കണം, 6000 കൊണ്ടു നടന്നിട്ട് ഒന്നും സംഭവിച്ചില്ല. 3 കയറിയപ്പോൾ എന്ത് ചെയ്തു? 3 പിശാച് ഒരു പന്നിയുടെ മേൽ കയറിയപ്പോൾ അതിന് താങ്ങാൻ പറ്റിയില്ല. നമ്മളെക്കാൾ ആരോഗ്യം ഉണ്ടായിരുന്നിട്ട് എഴുന്നേറ്റ് നിന്ന് ആമേ സാക്ഷി പറയാൻ ഉയിരില്ലെങ്കിലും 6000 എണ്ണത്തിനെ ചുമന്നുകൊണ്ട് ഈസി ആയിട്ട് നടക്കുക. ആണെങ്കിൽ എത്ര നല്ലവൻ എന്നേശു നായകൻ, ഈ പാട്ടും പാടും, ഇതിനെ ചുമന്നുകൊണ്ട് നടക്കും. ഞാൻ പറഞ്ഞു, ഇന്ന് പകൽ ഈ തലങ്ങൾ പൊട്ടണം. നമ്മുടെ ഇടയിലുള്ള വിടവുകളെ നമ്മൾ നികത്തണം. ആമേ സ്തോത്ര ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഇന്ന് പകൽ ആമേ സ്തോത്ര ഹല്ലേലൂയ, കർത്താവ് അനുവദിച്ചു. ആമേ ഒരു നിമിഷം കൊണ്ട് പട്ടണം ഇളകിയിട്ട് വന്നു. ആമേ സ്തോത്ര ഹല്ലേലൂയ. പട്ടണം ഇളകി വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, ഇവർ വന്നപ്പോൾ ഇവൻ സുബോധമുള്ള സകല മനുഷ്യർക്കും ഇവനെ അറിയാം. പക്ഷെ ഇപ്പോൾ അവനെ കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതം. അവൻ സുബോധം പൂണ്ടും വസ്ത്രം ധരിച്ചും നല്ല വൃത്തിക്കും മെനയ്ക്കും അങ്ങ് നിൽക്കുക. പക്ഷെ ഇത് കണ്ടിട്ടും 2000 പന്നി എന്ത് ചെയ്തു? അതുകൊണ്ട് പറഞ്ഞു, നീ ഞങ്ങളെ അതിരിൽ നിന്ന് വിട്ടുപോകണം. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുക. കർത്താവ് തിരിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, കർത്താവ് ഞാനും കൂടെ പോരട്ടെ. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ വരണ്ട, നീ ചെന്ന് നിന്റെ ദേശത്ത് നീ തീ കത്തിക്കണം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽ പറയുന്ന പിശാചിന്റെ ടാർഗറ്റ് അല്ല ദൈവത്തിന്റെ ടാർഗറ്റ്. ദൈവം ഒരു കാര്യം നിശ്ചയിച്ചാൽ പിശാച് നീ എത്ര പദ്ധതി ഇട്ടാലും ദൈവം അതിനെ പൊളിക്കും. ആമേൻ. പിശാച് വിചാരിച്ചു, പിശാച് വിചാരിച്ചു ഞാൻ പറഞ്ഞതുപോലെ കർത്താവ് എന്ത് ചെയ്തു? ഈ ദേശത്ത് പാർക്കാൻ അനുവാദം തന്നു. പിന്നെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ല, ഞാനിവിടെ ഉണ്ട്. പക്ഷെ കർത്താവ് ഓരോരുത്തരെ കത്തിച്ചൊരു തീ അവിടെ ഇട്ടിട്ടാ പോയെ. ഇന്ന് പകൽ ഞാൻ പറയും, ദൈവകുഞ്ഞ നിന്നെ ദൈവം കത്തിച്ച് നിന്നെ തകർത്ത മേഖലകളിൽ, നിന്നെ മുറിവേൽപ്പിച്ച മേഖലകൾക്കകത്ത്, നിന്നെ ഒറ്റപ്പെടുത്തിയ മേഖലയ്ക്കകത്ത്, ആമേൻ സ്തോത്രം ഹല്ലേലൂയ, നിന്നെ തള്ളിയ സ്ഥാനത്ത് ഇന്ന് പകൽ എൻ്റെ യേശു വന്നിട്ട് പറയാ, ഇനി നിന്നെ ദണ്ഡിപ്പിക്കുവാൻ കഴിയത്തില്ല. പിശാചിന്റെ സമയത്തെ ആമേൻ ഞാൻ ഫിനിഷ് ചെയ്യും. എന്നിട്ട് എൻ്റെ സമയം നിന്നിൽ ആരംഭിക്കും. ആമേൻ ഹല്ലേലൂയ. നിന്നെ ഞാൻ ഉപയോഗിക്കും. എവിടെയാ നിന്നെ ഉപയോഗിക്കുന്നത്? നിന്നെ തകർത്തിടത്ത്, നിന്നെ മുറിവേൽപ്പിച്ചിടത്ത്. ആമേൻ. നീ ഭയം നിന്നെ കണ്ട് ഭയന്നോടിയില്ലേ? അവരുടെ അടുക്കൽ നിന്റെ കൈക്ക് ചങ്ങലയിട്ടില്ലേ? അവരുടെ അടുക്കൽ നിന്റെ കാലിന് ചങ്ങലയിട്ടില്ലേ? ദൈവം പറയാ, അവരുടെ നടുവിൽ നിന്നെ ഞാൻ നിർത്തും. ഇന്ന് പകൽ ദൈവം നിന്നെ നിർത്തുന്നത് ചങ്ങലയായിട്ടല്ല, വിലങ്ങായിട്ടല്ല, നിന്നെ സ്വതന്ത്രനായി നിർത്തും. കർത്താവേ നന്ദിയപ്പാ. ഇന്ന് പകൽ സ്വർഗം പറയാ, നിന്നെ നിന്ദിച്ചെടുത്ത്, നിന്നെ ഒറ്റപ്പെടുത്തിയെടുത്ത്, നിന്നെ മുറിവേൽപ്പിച്ചെടുത്ത്, അവൻ ഞാൻ നിന്നെ എന്റെ സാക്ഷിയായി എന്റെ വെളിച്ചം പരത്താ. ആമേൻ. അനേകം മുറിവേറ്റവരുടെ മുറിവ് കെട്ടാൻ, അനേകം തകർന്നവരെ ആമേൻ പണിയുവാൻ ഞാൻ നിന്നെ നിർത്തും. അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് എനിക്കൊരു ദൂത് പറയുവാനുണ്ട്. നീ വെറുതെയല്ല മുറിവേറ്റത്, നീ വെറുതെയല്ല തകർന്നത്, വെറുതെയല്ല നീ ഒറ്റപ്പെട്ടത്, വെറുതെയല്ല നീ ദണ്ഡിപ്പിക്കപ്പെട്ടത്. നിന്റെ കയ്യാൽ അനേക ചങ്ങലകളെ അഴിക്കും ദൈവം. നിന്നാൽ ചില മുറിവുകൾ കെട്ടും. പകൽ ആ നുകങ്ങൾ പോട്ടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ സമയം വെളിപ്പെട്ടു വരട്ടെ. പിശാചിന്റെ പ്രവർത്തികൾ അഴിയട്ടെ. ഇന്ന് പകൽ പിശാചിന്റെ പ്രവർത്തികൾ അഴിയട്ടെ. ഇന്ന് പകൽക്കാലം മറഞ്ഞു നിന്ന് പോരാടുന്ന
ആമേൻ ഹല്ലേലൂയ. അന്ധകാര ശക്തികൾ ഇന്ന് പകൽ മിന്നൽ പോലെ അത് വീണുപോകട്ടെ. ശത്രുവിന്റെ നുകങ്ങൾ വീണുപോകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിശാചിന്റെ അടിസ്ഥാനങ്ങൾ പൊളിയട്ടെ. ദൈവത്തിന്റെ അടിസ്ഥാനം ഓരോ വ്യക്തികളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അടിസ്ഥാനം വീഴട്ടെ. എന്നും അവിടെ കിടക്കാൻ ദൈവം സമ്മതിക്കില്ല. എന്നും ഒരേപോലെ ഇരിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. ഒരു ദിവസം ദൈവം അടുത്ത് വരും കേട്ടോ. അത് ഏത് ദിവസമാണെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഞാൻ ഇന്ന് പകൽ പറയും, ഇന്നത്തെ ദിവസമാണ്, ആ ദിവസം ഇന്നാണെന്ന് പറയാൻ. കർത്താവേ, എൻ്റെ ജീവിതത്തെ സന്ദർശിക്കുന്ന, സ്പർശിക്കുന്ന ദിവസം ഇന്നാണെന്ന് പറയാൻ ഇതിനകത്ത് ആരെങ്കിലും ചങ്കൂറ്റം കാണിച്ചാൽ ഹല്ലേലൂയ. ദൈവകുഞ്ഞ, നിന്റെ കാത്തിരിപ്പിന് ഇന്ന് പകൽക്കാലം വിരാമമിടുകയാ. നിന്റെ കാത്തിരിപ്പിന് ഇന്ന് പകൽ വിരാമമിടുകയാ. പിശാചല്ല നിന്നെ കുറിച്ച് എഴുതി വയ്ക്കുന്നേ. അവന്റെ സമയത്തിൽ അവന് ദണ്ഡിപ്പിക്കാനുള്ളതല്ല, അവന്റെ പദ്ധതി ഇറക്കാനുള്ളതല്ല, അവന്റെ പ്രവൃത്തി ചെയ്യാനല്ലെന്ന്. ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ഇറങ്ങി വന്ന് നിന്റെ ചങ്ങലകളെ അഴിച്ച്, ആമേൻ, കർത്താവ് അവനെ സ്വതന്ത്രനാക്കി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേ സ്തോത്രം, നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ആമേ, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ഇത് ദൈവത്തിൻ്റെ സമയമാണ്. കർത്താവ് വരുന്നതിന് മുൻപ് ഒത്തിരി തിരമാലകൾ അടിച്ചു, പടകിനെ മുക്കാൻ നോക്കി. എന്തെല്ലാം പ്രതികൂലങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികൾ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, കുഞ്ഞെ, നിന്റെ കാത്തിരിപ്പിന് വിരാമമിടുകയാണ്. ഏറെ നാളുകളായി നിന്റെ വിടുതൽ നീയല്ല കാത്തിരുന്ന, ദൈവം കാത്തിരുന്നേ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ദൈവമേ, എന്നാ നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ വെളിപ്പെടുന്നേ, എന്നാ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നത്. ദൈവം ഒരു സമയം നിശ്ചയിച്ചെന്ന് പകൽക്കാലം ഈ ആരാധന മധ്യ ഇറങ്ങി വന്നത് ഇനി പിശാചിന്റെ പദ്ധതി നിറവേറ്റുവാനല്ല. ഇനി തലയ്ക്ക് മീതെ നിൽക്കുന്നത് ലഗ്യോന്റെ സൈന്യമല്ല. ദൈവം അതിലെ തിരിച്ചറിയണം. കർത്താവിൻ്റെ ദൂതന്മാർ, എലിശ കണ്ടു അഗ്നിമയ രഥങ്ങളിൽ ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞൻ നിന്റെ തലയ്ക്ക് മീതെ ആമേൻ പറന്നിറങ്ങുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം. വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഒരു ദൈവ പൈതനെയും ദൈവം വിട്ടുകൊടുക്കത്തില്ല. പിശാചിന്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കത്തില്ല. അവന്റെ സമയം വരെ ദൈവം കാത്തിരിക്കത്തില്ല. അവന്റെ സമയത്തെ ദൈവം വേഗത്തിൽ ഫിനിഷ് ചെയ്യും. അവൻ്റെ ഹല്ലേലൂയ, ഇനി ദണ്ഡിപ്പിക്കുവാൻ, ഇനി കരയിക്കുവാൻ, ഇനി നിന്നെ ഞെരുക്കുവാൻ, ഇനി നിന്നെ പുറത്താക്കാൻ പിശാചിന് ഇനി കഴിയത്തില്ല. ഇന്ന് പകൽ ദൈവത്തോട് പറ, ഫ്രീ ആക. ഇന്ന് പകൽ നമ്മളൊന്ന് ഫ്രീ ആകട്ടെ. അപ്പനോടൊന്ന് നന്ദി പറഞ്ഞേ. അപ്പാ, ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നപ്പാ. അപ്പാ, ആമേൻ, ഞങ്ങളെ തേടി വരുവാൻ ഒരുവനുണ്ടല്ലോ. ലോകത്തിൽ എത്രയോ പേർ ഹല്ലേലൂയ ഈ നിരാശയിലായിട്ട് അവർ ആത്മഹത്യ ചെയ്തു. പക്ഷെ ഇന്ന് പകൽ അങ്ങനെയല്ല. ദൈവകുഞ്ഞ് നിന്നെ തേടി വരുന്ന, നിന്റെ സങ്കടത്തിൽ ഇറങ്ങി വരുന്ന, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ആമേൻ ഇന്ന് പകൽക്കാലം ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്തിനെന്നറിയാമോ? ഇന്ന് പകൽ ആമേൻ ദൈവത്തിൻ്റെ സ്വപ്നത്തിലേക്ക് നിന്നെ കയറ്റാൻ, ദൈവത്തിൻ്റെ സമയത്തിലേക്ക് നിന്നെ കയറ്റാൻ ഇന്ന് പകൽ ഒന്ന് കയറി നിൽക്കുക. ആമേ സ്തോത്രം. പുറകിലോട്ട് നോക്കണ്ട. നിന്റെ മുമ്പിൽ ഒരുവൻ നിൽപ്പുണ്ട്. അവനാണ് ഈ പഴുത കരമേ ആമേൻ കയ്യുമായി. ആമേ സ്തോത്രം. നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ആമേൻ ഹല്ലേലൂയ 3 ആണികളുടെ മേൽ ആമേൻ തകർക്കപ്പെട്ട് ഇന്ന് പകൽ ജീവന്റെ പുതുവഴിയിൽ നടക്കുവാൻ, ആമേ സ്തോത്രം, ദൈവത്തിന്റെ സ്വപ്നത്തിൽ നടക്കുവാൻ തക്കവണ്ണം ഒരുവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു.